അയൽരാജ്യമായ ബംഗ്ലാദേശ് തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പബ്ന ജില്ലയിലെ രൂപൂർ ആണവ നിലയത്തിൽ ആദ്യഘട്ട ഇന്ധനം നിറയ്ക്കൽ പ്രക്രിയ ആരംഭിച്ചതോടെ ലോകത്തിലെ ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ബംഗ്ലാദേശും ഔദ്യോഗികമായി കടന്നു വന്നിരിക്കുന്നു. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഈ നീക്കം കേവലം ഒരു രാജ്യത്തിന്റെ ഊർജ്ജ ദൗത്യം എന്നതിനേക്കാൾ മേഖലയിലെ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി സ്വാധീനിക്കുന്ന ഒന്നാണ്. റഷ്യയുടെ പൂർണ്ണമായ സാങ്കേതിക സഹായത്തോടെയും സാമ്പത്തിക പിന്തുണയോടെയും നിർമ്മിക്കപ്പെട്ട ഈ പദ്ധതി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ താൽപ്പര്യത്തോടെ നിരീക്ഷിക്കേണ്ട ഒന്നായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ നിന്നും ഏകദേശം 160 കിലോമീറ്റർ അകലെയുള്ള പബ്നയിലാണ് രൂപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. 2 യൂണിറ്റുകളിലായി ആകെ 2.4 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ നിലയം രാജ്യത്തിന്റെ ആകെ വൈദ്യുതി ആവശ്യത്തിന്റെ 10 മുതൽ 12% വരെ നിറവേറ്റുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. റഷ്യൻ സ്റ്റേറ്റ് ആണവ ഏജൻസിയായ റൊസാറ്റമാണ് ഈ ബൃഹത്തായ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഏകദേശം $13 ബില്യൺ ചെലവ് വരുന്ന ഈ പദ്ധതിയുടെ 90% തുകയും റഷ്യൻ സർക്കാർ വായ്പയായാണ് നൽകുന്നത് എന്നത് ഈ പദ്ധതിയിൽ റഷ്യക്കുള്ള താൽപ്പര്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. റഷ്യയുടെ ഏറ്റവും പുതിയ VVER 1200 റിയാക്ടറുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 3ാം തലമുറയിലെ ഏറ്റവും ആധുനികമായ ഈ റിയാക്ടറുകൾ സുരക്ഷാ മാനദണ്ഡങ്ങളിലും കാര്യക്ഷമതയിലും മുൻപന്തിയിലാണ്. ആണവ നിലയത്തിന്റെ ആദ്യ യൂണിറ്റിൽ ഇന്ധനം നിറയ്ക്കുന്ന പ്രക്രിയ ആരംഭിച്ചത് കമ്മീഷനിങ്ങിന് മുന്നോടിയായുള്ള പ്രാഥമിക ഘട്ടമായാണ് കണക്കാക്കുന്നത്. ഇന്ധനം നിറച്ച ശേഷം റിയാക്ടറിനെ നിയന്ത്രിതമായ രീതിയിൽ പ്രവർത്തന സജ്ജമാക്കുകയും വിവിധ ഘട്ടങ്ങളിലെ പരിശോധനകൾക്ക് ശേഷം പടിപടിയായി വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. 2026 അവസാനത്തോടെ ഈ യൂണിറ്റ് പൂർണ്ണമായി ബംഗ്ലാദേശിന് കൈമാറാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. എങ്കിലും വാണിജ്യാടിസ്ഥാനത്തിലുള്ള പൂർണ്ണമായ ഉൽപ്പാദനം 2027 മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരു രാജ്യം എന്ന നിലയിൽ ബംഗ്ലാദേശിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വ്യാവസായിക മേഖലയിലെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഈ പദ്ധതി വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന് ബംഗ്ലാദേശ് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഫക്കീർ മഹമ്മൂദ് അന്നം പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ആണവ നിലയത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലെ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റഷ്യൻ നിർമ്മിത VVER 1000 റിയാക്ടറുകൾ മലയാളികൾക്ക് ഏറെ പരിചിതമാണ്. കേരളത്തിന്റെ അയൽ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന കൂടംകുളം നിലയത്തിന്റെ 4ാം ഘട്ട വിപുലീകരണത്തിൽ 7ഉം 8ഉം യൂണിറ്റുകൾക്കായി ബംഗ്ലാദേശ് ഇപ്പോൾ ഉപയോഗിക്കുന്ന VVER 1200 റിയാക്ടറുകൾ ഉപയോഗിക്കാൻ ഇന്ത്യയും ആലോചിക്കുന്നുണ്ട്. റഷ്യൻ സാങ്കേതിക വിദ്യയിലുള്ള ഇന്ത്യയുടെ പരിചയ സമ്പത്തും ബംഗ്ലാദേശിലെ പുതിയ പ്ലാന്റിന്റെ പ്രവർത്തനവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും റഷ്യൻ നിർമ്മിത പ്ലാന്റുകൾക്കായി ഒരേ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് ദക്ഷിണേഷ്യൻ ആണവ മേഖലയിൽ റഷ്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ഈ നീക്കത്തെ അതീവ ജാഗ്രതയോടെ ഉറ്റുനോക്കുന്നതിന് പിന്നിൽ സുരക്ഷാപരമായ കാരണങ്ങളും സാമ്പത്തിക താൽപ്പര്യങ്ങളും ഒരുപോലെയുണ്ട്. ബംഗ്ലാദേശിന്റെ ആണവ നിലയം ഇന്ത്യൻ അതിർത്തിയോട്, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിനോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏതൊരു ആണവ നിലയത്തിന്റെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ അയൽ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കൂടാതെ നിലവിൽ ബംഗ്ലാദേശ് തങ്ങളുടെ വൈദ്യുതി ആവശ്യങ്ങൾക്കായി ഇന്ത്യയെ വലിയ തോതിൽ ആശ്രയിക്കുന്നുണ്ട്. അദാനി പവർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്പനികൾ ബംഗ്ലാദേശിലേക്ക് വൻതോതിൽ വൈദ്യുതി കയറ്റുമതി ചെയ്യുന്നുണ്ട്. രൂപൂർ പ്ലാന്റ് പ്രവർത്തന സജ്ജമാകുന്നതോടെ ബംഗ്ലാദേശിന്റെ വൈദ്യുതി ഇറക്കുമതി കുറയാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യയുടെ ഊർജ്ജ കയറ്റുമതി മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. എങ്കിലും പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകില്ലെന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ മാത്രമേ ഇന്ത്യയിൽ നിന്നുള്ള വൈദ്യുതി ഇറക്കുമതി ബംഗ്ലാദേശ് കുറയ്ക്കുകയുള്ളൂ എന്നുമാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ബംഗ്ലാദേശിന്റെ ഈ ആണവ സ്വപ്നത്തിന് ഇന്ത്യ നൽകുന്ന പിന്തുണയും ശ്രദ്ധേയമാണ്. റഷ്യയും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ത്രിരാഷ്ട്ര കരാർ പ്രകാരം പദ്ധതിയുടെ നിർമ്മാണത്തിലും ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിലും ഇന്ത്യ സഹകരിക്കുന്നുണ്ട്. കൂടംകുളം ആണവ നിലയത്തിൽ വെച്ചാണ് ബംഗ്ലാദേശിലെ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം നൽകി വരുന്നത്. അതായത് ബംഗ്ലാദേശിന്റെ ആണവ നേട്ടം ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയായല്ല, മറിച്ച് മേഖലയിലെ ഊർജ്ജ സഹകരണത്തിന്റെ പുതിയൊരു മാതൃകയായാണ് ഇന്ത്യ കാണുന്നത്. എന്നിരുന്നാലും ചൈനയും റഷ്യയും ബംഗ്ലാദേശിൽ നടത്തുന്ന വൻതോതിലുള്ള നിക്ഷേപങ്ങൾ ഭൗമരാഷ്ട്രീയമായി ഇന്ത്യക്ക് നിരീക്ഷണത്തിന് അർഹമായ കാര്യങ്ങളാണ്. അയൽ രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ റഷ്യയെപ്പോലെയുള്ള വൻ ശക്തികളുടെ നേരിട്ടുള്ള ഇടപെടൽ മേഖലയിലെ അധികാര സമവാക്യങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ഇന്ത്യ കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട്. ഊർജ്ജ ഉൽപ്പാദനത്തിനായി കൽക്കരിയും പ്രകൃതിവാതകത്തെയും അമിതമായി ആശ്രയിക്കുന്ന രീതിയിൽ നിന്നും പരിസ്ഥിതി സൗഹൃദമായ ആണവോർജ്ജത്തിലേക്ക് മാറാനുള്ള ബംഗ്ലാദേശിന്റെ തീരുമാനം ആഗോളതലത്തിൽ തന്നെ വലിയ അംഗീകാരം നേടുന്നുണ്ട്. കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനും ഈ ആണവ നിലയം അവരെ സഹായിച്ചേക്കും.
കൂടംകുളം ആണവ നിലയത്തെക്കുറിച്ച് കേരളത്തിൽ നിലനിൽക്കുന്ന ചർച്ചകൾക്ക് സമാനമായി സുരക്ഷാ ആശങ്കകൾ ബംഗ്ലാദേശിലും ഉയർന്നിട്ടുണ്ടെങ്കിലും റഷ്യൻ സാങ്കേതിക വിദ്യയിലുള്ള വിശ്വാസമാണ് പദ്ധതിയെ മുന്നോട്ട് നയിക്കുന്നത്. VVER 1200 റിയാക്ടറുകൾക്ക് പ്രകൃതിക്ഷോഭങ്ങളെയും വിമാന അപകടങ്ങളെയും പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഡബിൾ കണ്ടെയ്ൻമെന്റ് സുരക്ഷാ കവചങ്ങളുണ്ടെന്നത് ആശങ്കകൾക്ക് ഒരു പരിധിവരെ പരിഹാരമാണ്. ചുരുക്കത്തിൽ ബംഗ്ലാദേശിന്റെ ഈ പുതിയ ചുവടുവെപ്പ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിലുള്ള ഊർജ്ജ വിനിമയ ബന്ധങ്ങളിൽ പുതിയൊരു അധ്യായം കുറിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ആണവ പദ്ധതികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ റഷ്യൻ സാങ്കേതിക വിദ്യയുടെ പ്രവർത്തനക്ഷമത വിലയിരുത്താനുള്ള അവസരം കൂടിയാണിത്. അതോടൊപ്പം തന്നെ അയൽ രാജ്യത്തെ ഊർജ്ജ സ്വയം പര്യാപ്തത മേഖലയുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയെ എങ്ങനെ ബാധിക്കുമെന്നതും ഇന്ത്യക്ക് നിർണായകമാണ്. വരും വർഷങ്ങളിൽ രൂപൂർ ആണവ നിലയം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുമ്പോൾ ബംഗ്ലാദേശ് കൈവരിക്കുന്ന സാമ്പത്തിക മുന്നേറ്റം ദക്ഷിണേഷ്യൻ മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്കും മാതൃകയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഊർജ്ജ രംഗത്തെ ഈ വിപ്ലവം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുമെന്നും എന്നാൽ പരസ്പരമുള്ള താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ ജാഗ്രത തുടരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഉടൻ തന്നെ ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് എത്തുന്ന ബംഗ്ലാദേശിന് ഈ പ്ലാന്റ് ഒരു വലിയ ഊർജ്ജ ഗോപുരമായി മാറുമെന്ന് ഉറപ്പാണ്. ദക്ഷിണേഷ്യയുടെ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ ആണവ ദൗത്യം സാങ്കേതികവും സാമ്പത്തികവുമായ നിരവധി പാഠങ്ങളാണ് വരും തലമുറയ്ക്കായി കാത്തുവച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.